തെസ്സലോനിക്കർ 4 ദൈവത്തോടൊപ്പമുള്ള അവരുടെ നടത്തത്തിൽ വളരാൻ തെസ്സലോനിക്കരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒറ്റത്തവണയുള്ള പ്രവൃത്തിയല്ല, തുടർച്ചയായ യാത്രയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. അവർ ഇതിനകം ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നുവെന്നും എന്നാൽ അനുസരണത്തിലും ഭക്തിയിലും കൂടുതൽ മികവ് പുലർത്താൻ എപ്പോഴും ഇടമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ വളർച്ച അവരുടെ വിശുദ്ധീകരണത്തിനായുള്ള ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്നു, അതിനർത്ഥം അവനുവേണ്ടി വേർതിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നു എന്നാണ്. ഈ ഖണ്ഡികയിൽ ഒരു പ്രധാന ഊന്നൽ ലൈംഗിക വിശുദ്ധിയിലാണ്. ലൈംഗിക അധാർമികതയിൽ നിന്ന് വിട്ടുനിൽക്കാനും പകരം ആത്മനിയന്ത്രണം പാലിക്കാനും പൗലോസ് വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നു. ഇത് അവരുടെ സ്വന്തം ശരീരത്തോടുള്ള ബഹുമാനത്തെ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ബഹുമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നു, കാരണം അവർ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ കൽപ്പനകൾ അവഗണിക്കുന്നത് മാനുഷിക പഠിപ്പിക്കലുകളോടുള്ള അനുസരണക്കേട് മാത്രമല്ല, വിശുദ്ധ ജീവിതത്തിനായി അവരെ ശാക്തീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവത്തെ നിരാകരിക്കലാണെന്നും പോൾ മുന്നറിയിപ്പ് നൽകുന്നു. വിശ്വാസികൾക്കിടയിലെ സ്നേഹം യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളവും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനവുമാണ്. അത് സമൂഹത്തിനുള്ളിൽ ഐക്യം കെട്ടിപ്പടുക്കുകയും ലോകത്തിന് സാക്ഷിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവസാനമായി, ദൈനംദിന ജീവിതത്തെക്കുറിച്ച് പൗലോസ് പ്രായോഗിക ഉപദേശം നൽകുന്നു. വിശ്വാസികൾ ശാന്തമായ ജീവിതം നയിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും സ്വന്തം കൈകൊണ്ട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും വേണം. ഇത് കേവലം വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയല്ല. അതിനാൽ അവർക്ക് പുറത്തുള്ളവരുടെ മുന്നിൽ മാന്യമായി ജീവിക്കാനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും കഴിയും. ചുരുക്കത്തിൽ, ഈ ഭാഗം വിശുദ്ധി, സ്നേഹം, സമഗ്രത എന്നിവയിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.